ഇടമുളയ്ക്കൽ പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് പൊതുജനം നെട്ടോട്ടമോടുമ്പോഴും ആയൂർ കുടിവെള്ള പദ്ധതിക്ക് മുകളിലായി ഇത്തിക്കരയാറ്റിൽ സ്വകാര്യ വ്യക്തികൾ തടയണ നിർമ്മിച്ച് വെള്ളം മോഷ്ടിക്കുന്ന കാഴ്ചയാണ് ലൈവ് വാർത്തയുടെ ക്യാമറ കണ്ണുകൾക്ക് കാണാൻ കഴിഞ്ഞത്. ഇടമുളയ്ക്കൽ പഞ്ചായത്തിലെ ആയൂർ കുടിവെള്ള പദ്ധതിയാറ്റിൽ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് ഏതാണ്ട് പ്രവർത്തനം നിലച്ച സ്ഥിതിയിലാണ്. 1000-ഓളം വീടുകൾക്കും വിവിധ സർക്കാർ സ്ഥാപനങ്ങൾക്കും ജില്ലാ ആയുർവേദ ആശുപത്രിക്കുമെല്ലാം കുടിവെള്ളം എത്തിച്ചിരുന്നത് ആയൂർ കുടിവെള്ള പദ്ധതിയിലൂടെയാണ്. എന്നാൽ ആയൂർ കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൗസിന് സമീപം ജലം ലഭിക്കാത്തതിനാൽ കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനം ഭാഗികമായി നിലച്ചിട്ട് മാസങ്ങൾ പിന്നിടുന്നു. പൊതുജനങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുന്ന സാഹചര്യത്തിലാണ് ഇഷ്ടിക കമ്പനിയുടെ ആവശ്യത്തിനായി സ്വകാര്യ വ്യക്തി കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൗസിന് മുകളിലായി താൽക്കാലിക തടയണകൾ നിർമ്മിച്ച് ആറ്റിലെ ജലമെടുപ്പ് നടത്തുന്നത്. പ്ലാസ്റ്റിക് ചാക്കുകളിൽ മണൽ നിറച്ച് ബണ്ട് നിർമ്മിച്ച് വെള്ളം കെട്ടിനിർത്തിയാണ് ഇഷ്ടിക കമ്പനിയിലെ ആവശ്യത്തിനായി വെള്ളം മോഷ്ടിക്കുന്നത്. ഇടമുളയ്ക്കൽ ഇട്ടിവ പഞ്ചായത്തുകളുടെ അതിർത്തിയായ ആനപ്പുഴയ്ക്കൽ പാലത്തിന് സമീപമാണ് ഈ കുടിവെള്ള അപഹരണം നടക്കുന്നത്. കുടിനീരിനായി പൊതുജനം നട്ടം തിരിയുകയും പാടങ്ങളും വയലുകളും കുളങ്ങളും വരണ്ടുണങ്ങുകയും ചെയ്യുന്ന അവസ്ഥയിലുമാണ് ഈ ഇഷ്ടികക്കളം ജലക്ഷാമം ലവലേശം ബാധിക്കാതെ പ്രവർത്തിക്കുന്നത്. ആറ്റിലെ നീരൊഴുക്ക് തടയണ കെട്ടി തടഞ്ഞു നിർത്തിയ ശേഷം വെള്ളമെടുക്കാൻ ആരാണ് ഇവർക്ക് അനുവാദം നൽകിയതെന്ന ചോദ്യത്തിന് മറുപടിയില്ല. പക്ഷേ ആരുടെയൊക്കെയോ മൗനസമ്മതം ഇതിനു പിന്നിലുണ്ടെന്ന് സംശയിക്കാതിരിക്കാനും കഴിയില്ല. ലൈവ് വാർത്ത, അഞ്ചൽ.